ഭാരതത്തിൻ്റെ ചരിത്രതാളുകളിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൂതനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിലെ ഏറ്റവും ആകർഷകമായ പ്രത്യേകതയെന്നത് നെഹ്റു കോട്ടിൻ്റെ പോക്കറ്റിൽ എപ്പോഴും തിളങ്ങി നിന്നിരുന്ന ആ ചുവന്ന റോസാപ്പൂവാണ്. ഈ ഒരു ശീലത്തിന് പിന്നിൽ അഗാധമായ ചില വ്യക്തിബന്ധങ്ങളുടെയും മൂല്യങ്ങളുടെയും കഥകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രിയതമയായ കമല നെഹ്റുവിനോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്. റോസാപ്പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കമലയുടെ വിയോഗം നെഹ്റുവിനെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. അവരുടെ വേർപാടിന് ശേഷം ആ ഓർമ്മകൾക്ക് എന്നും പുതുമ നൽകാനും അവരെ എപ്പോഴും ഹൃദയത്തോട് ചേർത്തു നിർത്താനും വേണ്ടിയാണ് അദ്ദേഹം ദിവസവും തൻ്റെ കോട്ടിൽ ഒരു ചുവന്ന റോസാപ്പൂവ് പതിവായി ധരിക്കാൻ തുടങ്ങിയത്. എന്നാൽ വ്യക്തിപരമായി ഈ കാരണത്തിനപ്പുറവും ആ പൂവിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു. കുട്ടികളെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ചാച്ചാജിക്ക് ആ റോസാപ്പൂവ് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമായിരുന്നു. ലോകം മുഴുവൻ സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം തൻ്റെ ഉള്ളിലെ ആ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കാനാണ് ഹൃദയത്തിന് തൊട്ടടുത്തുള്ള പോക്കറ്റിൽ ആ പൂവ് കരുതിയിരുന്നത്. ഈ ചുവന്ന റോസാപ്പൂവ് വെറുമൊരു അലങ്കാരമായിരുന്നില്ല, മറിച്ച് കരുണയുടെയും പ്രണയത്തിൻ്റെയും തളരാത്ത ഓർമ്മകളുടെയും മനോഹരമായ അടയാളമായിരുന്നു. വീഡിയോയിൽ ഇതുപോലെ രസകരമായ മറ്റൊരു കഥയുമായി വീണ്ടും വരാം.